So another important phenomena in quantum mechanics is quantum mechanical tunneling. ഇപ്പോൾ ഈ ഒരു കേസ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചൊരു എസ്സേ പാർട്ട് ആദ്യം നോക്കണം. പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ ഈ പറയുന്ന ബോക്സിനുള്ളിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് ആ ബോക്സിന് ഇൻഫിനൈറ്റ് ഹൈറ്റ് ഉള്ളൊരു വാൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് ദ വാൾസ് ഈസ് ഇൻഫിനിറ്റി ആയിരുന്നു. സോ ഈ പാർട്ടിക്കിളിനുള്ള എനർജി ഗ്രേറ്റർ ദാൻ ഈ ഇൻഫിനൈറ്റ് ഹൈറ്റിൻ്റെ എനർജി പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്കിളിന് ഈ പറയുന്ന ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലേ? അത് നമുക്ക് അറിയാവുന്നൊരു കോമൺ ലോജിക്കാണ്. അപ്പോൾ അതല്ല ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സിമിലർ ഒരു പാർട്ടിക്കിളിനെ ഞാനൊരു ബോക്സിൽ കൺസിഡർ ചെയ്യാണ്. പക്ഷേ ആ ബോക്സിൽ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിന് ഫൈനൈറ്റ് ഹൈറ്റ് ഉള്ള വാൾസ് ആണ് ഉള്ളതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ്സ് ദ കേസ്. അപ്പോൾ എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഞാൻ ആദ്യം ഒരു ക്ലാസിക്കൽ രീതിയിൽ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ലൈക്ക് ഒരു ബോളുണ്ട് നമ്മുടെ കയ്യിൽ. ഈ ബോള് ഞാൻ എന്ത് ചെയ്യുക, ഒരു മതിലിലേക്ക് ഹിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മതിൽ. ഈ മതിലിന് h ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഞാൻ എത്ര എനർജി ഉപയോഗിച്ച് ഈ ബോള് മതിലിലേക്ക് എറിഞ്ഞാലും ഈ ബോൾ ഒരിക്കലും ഈ മതിലിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ പോകുന്നില്ല. അത് നമ്മുടെ ഒരു ലോജിക്കാണ്, അല്ലേ? ക്ലാസിക്കൽ പാർട്ടിക്കിൾ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിനെ അല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ക്വാണ്ടം പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിൻ്റെ കേസാണ്. സോ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുക. ദേ ഹാവ് എ വേർഡ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ, ഇലക്ട്രോൺ ലൈക്ക് ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഈ ഇലക്ട്രോണിൻ്റെ എനർജി ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു ഹൈറ്റ് ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രത്തോളം ബാരിയർ കടക്കാനുള്ള എനർജി ആ പാർട്ടിക്കിളിനില്ല, എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് ലെസ് ദാൻ h എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിന് ഈ പറയുന്ന ബാരിയറിലൂടെ ടണൽ ചെയ്ത് അപ്പുറത്തെ റീജിയനിലേക്ക് മറികടന്ന് പോകാമെന്നാണ് ഈ ടണലിംഗ് എന്ന് പറയുന്ന ബിഹേവിയർ കൊണ്ട് അല്ലെങ്കിൽ ഫിനോമിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അതൊരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ രീതിയിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, ദർ ഈസ് എ നോൺ സീറോ പ്രോബബിലിറ്റി ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ത്രൂ എ ബാരിയർ വിത്ത് ആൻ ഇൻസഫീഷ്യൻറ്റ് എനർജി ടു ക്രോസ് ദ ബാരിയർ. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ടണലിംഗ്. സീറോ പ്രോബബിലിറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നോൺ സീറോ പ്രോബബിലിറ്റി എന്നാണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മുന്നിലൊരു ബാരിയർ ഉണ്ട്, പക്ഷേ ആ ബാരിയർ കടക്കാനുള്ള ഇൻസഫീഷ്യൻ്റ് എനർജി എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടിയും പാർട്ടിക്കിൾസ് ഈ ബാരിയർ കടന്ന് അപ്പുറത്തെ റീജിയനിലേക്ക് ക്രോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് ഈ ഫസ്റ്റ് ലൈനിൽ നമുക്ക് മനസ്സിലാവുന്നത്. നോൺ സീറോ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ സപ്പോസ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ ഒരു എക്സാമ്പിൾ കേസ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഈ ഒരു ഫിഗറിൽ ഈ റീജിയനെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് കൺസിഡർ ചെയ്യാണ്. ഇത് റീജിയൻ 1, ദിസ് ഇസ് റീജിയൻ 2 ആൻഡ് ദിസ് ഇസ് റീജിയൻ 3. അപ്പോൾ ഞാൻ ഒരു ഇലക്ട്രോണാണെന്ന് വിചാരിക്കുക. മൂവിങ് ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. സോ ഇലക്ട്രോൺ വേവ് ആണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് റീജിയൻ 1ലാണ്. എൻ്റെ കയ്യിലുള്ള എനർജി ആണ്. ഓക്കെ. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ ബാരിയറുണ്ട്. ആ ബാരിയറിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. എത്രയാണ്? V0 പൊട്ടൻഷ്യലാണ്. സോ ഒരു ക്ലാസിക്കൽ ലോജിക്ക് വെച്ച് നമ്മൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള എനർജി ഈ V0 ഹൈറ്റുള്ള ഈ ബാരിയറിനേക്കാളിലും കൂടുതലാണെങ്കിൽ മാത്രമേ ഈ ബാരിയർ ഇങ്ങനെ ക്രോസ് ചെയ്ത് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റൂ. അതൊരു ക്ലാസിക്കൽ വൈസ് തിങ്കിങ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി ഈ പറയുന്ന ബാരിയർ എനർജിനേക്കാൾ കുറവാണെങ്കിൽ കൂടിയും എനിക്ക് ഈ ബാരിയർ കടന്ന്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കാം, ടണൽ ചെയ്ത് അടുത്ത റീജിയൻ 3ലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ടണലിംഗ് എന്ന് പറയുന്ന ബിഹേവിയറിലൂടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സപ്പോസ് ഈസ് ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഇലക്ട്രോൺസ് എഗെയിൻസ്റ്റ് എ ബാരിയർ ഓഫ് ഹൈറ്റ് V0. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വേവാണ്, അല്ലെ? ഒരു ഇൻസിഡൻറ്റ് വേവാണ്. ആസ് യൂഷ്വൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം, ഈ ബാരിയറിൽ വന്ന് ഇടിച്ച് വേവ് എന്ത് ചെയ്ത് പോകണം? റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. കാരണം എൻ്റെ കയ്യിൽ സഫീഷ്യൻറ്റ് എനർജി ഇല്ലല്ലോ പുറത്തേക്ക് പോകാൻ. ബട്ട് ഈസ് ലെസ് ദാൻ V0. ഈവൻ ദോ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബാരിയർ ഹൈറ്റ്, എ ഫ്യൂ പാർട്ടിക്കിൾസ് മേ ബി അപ്പിയർഡ് അറ്റ് ദി അതർ സൈഡ് ഓഫ് ദ ബാരിയർ. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കേസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ല ആക്ച്വലി
ഞാനിപ്പോൾ ഒരു 10, 100 അല്ലെങ്കിൽ 1 കോടി ഇലക്ട്രോൺസിനെ ഈ പറയുന്ന ബാരിയറിലേക്ക് വന്ന് ഇടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 1 കോടി ഇലക്ട്രോണിനെയാണ് ഞാൻ ഇടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ഇലക്ട്രോണിന് മാത്രം അതിലേക്ക് ഇറങ്ങി അപ്പുറത്തെ റീജിയനിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എല്ലാം ചെന്ന് ഇടിച്ചാൽ എല്ലാം പുറത്തേക്ക് പോയി റീജിയൻ 3യിലേക്ക് പോകുമെന്നല്ല പറയുന്നത്. ദ ഫിനോമിന ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് എ സ്മോളർ എനർജി, എൻ്റെ കയ്യിലുള്ള എനർജി കുറവാണ്, ആ എനർജി ഉപയോഗിച്ച് ഞാൻ ആ ടണൽ ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ടണലിങ്. അപ്പം ഇത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ്. ഇത് ഇലക്ട്രോൺ പോലെയുള്ള ക്വാണ്ടം പാർട്ടിക്കിൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫിനോമിനയാണ്. ഇതിന് ഒരിക്കലും നമുക്കൊരു ക്ലാസിക്കൽ അനലോഗി പറയാനില്ല. ഇനി മറ്റൊരു കേസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 1 കോടി ഇലക്ട്രോൺസിനെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യിച്ചാൽ അതിലൊരു മേ ബി ഒരു 1, 2 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 ഇലക്ട്രോൺ മാത്രമായിരിക്കും ഇതിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു 10⁻10 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 10⁻10 പാർട്ടിക്കിൾസ് നമ്മുടെ ബാരിയറിലേക്ക് ഹിറ്റ് ചെയ്യാണ്. ഈ ബാരിയർ കടന്ന് പോകാനുള്ള പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ തന്നിട്ടുണ്ട്, 10⁻⁹ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ്, അപ്രോക്സിമേറ്റ്ലി 10 പാർട്ടിക്കിൾസ് ഈ ബാരിയറിലൂടെ ട്രാൻസ്മിഷൻ നടത്തി അപ്പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നോട്ട് ദാറ്റ് എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ E ഈസ് ലെസ് ദാൻ ദ ബാരിയർ ഹൈറ്റ് V0. So it is impossible event in a classical mechanics. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇതേ സാധനം തന്നെയാണ് വീണ്ടും മറ്റൊരു ഫിഗറിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ഇലക്ട്രോണിൽ ഞാനൊരു ഇൻസിഡൻറ്റ് വേവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വേവായിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. കൺസിഡർ എ റെക്റ്റാങ്കുലർ ബാരിയർ. ഞാനൊരു റെക്റ്റാങ്കുലർ ബാരിയർ കൺസിഡർ ചെയ്യാണ്. അവിടേക്ക് ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആസ് ഷോൺ ഇൻ ഫിഗർ, ദ എനർജി ഓഫ് ദി ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ഈസ് E. ഈ വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി E ആണ്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ബാരിയർ തന്നിട്ടുണ്ട് എത്രയാണ്? V0 ആണ്. സോ എൻ്റെ കയ്യിലുള്ള എനർജി ഈസ് ലെസ് ദാൻ V0 ആണ്. സിൻസ് ദ എനർജി ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി V0, ദ പാർട്ടിക്കിൾ കനോട്ട് ക്രോസ് ദ ബാരിയർ ആൻഡ് ദ ബാരിയർ റീജിയൻ ഈസ് ക്ലാസിക്കലി ഫോർബിഡൻ. ആസ് പെർ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് അറിയാം ഇത് ക്രോസ് ചെയ്ത് പോവില്ല. പക്ഷേ എക്സ്പെരിമെൻറ്റ്സ് കാണിക്കുന്നത് എന്താണ്? കുറച്ച് ഇലക്ട്രോൺസിന് റീജിയൻ 3യിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ചില എക്സ്പെരിമെൻറ്റ്സ് അത് പ്രൂവ് ചെയ്ത് തരുന്നത്. അപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ കൂടെ ഗീവ് സം എക്സാമ്പിൾസ് ഓഫ് ദിസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഫിനോമിന എന്നും കൂടി എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾസും കൂടെ നോക്കാം. അതിലൊരു എക്സാമ്പിളാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ സൺ. ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ സൺ പറയാം. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ റേഡിയോ ആക്റ്റീവ് ഡീകെ പറയാം. റേഡിയോ ആക്റ്റീവ് ഡീകെ എസ്പെഷ്യലി ആൽഫ ഡീകെ ആണ് പറയുന്നത്. പിന്നെ ചില ടെക്നോളജീസ് ഉണ്ട്. ടെക്നോളജീസ് ലൈക്ക് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, STM എന്ന് പറയും. പിന്നെ സെനർ ഡയോഡുകളിൽ ചില ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് സെനർ ഡയോഡ്, പിന്നെ ടണൽ ഡയോഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇസാക്കി ഡയോഡ്. ടണൽ ഡയോഡ് ഓർ ഇസാക്കി ഡയോഡ് പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസിലും ഈ ഒരു ഫിനോമിന ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത്.